ഇപ്പോൾ ഈ പതാക ഉയർത്തൽ ചടങ്ങിൽ ആരൊക്കെ ആണ് പ്രത്യേകിച്ച് അവിടെ എത്തിയിട്ടുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN അല്പസമയത്തിനകം തന്നെ പാർട്ടി പതാക സമ്മേളന നഗരിയിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗരിയിൽ ഉയർത്തും. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് പതാക ഉയർത്തുന്നത്. നമുക്കറിയാം, നേതാക്കളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാ AK ബാലൻ, അത് PK ശ്രീമതി ടീച്ചർ, CS സുജാത, അതുപോലെ KK ശൈലജ ടീച്ചർ, EP ജയരാജൻ, തോമസ് ഐസക് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്. ഇതാ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതുപോലെ മുതിർന്ന നേതാവ് S രാമചന്ദ്രൻ പിള്ള, മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ചേരുകയാണ്. കരീം, കൊല്ലം സമ്മേളനത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, ഭരണ തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമ്മേളനം കൂടിയാണ്. ഒന്ന്, പാർട്ടി ശക്തിപ്പെടുത്തുക എന്നതാണ് പാർട്ടി സമ്മേളനങ്ങളുടെ പ്രധാന ദൗത്യം. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് കൂടുതൽ ജനങ്ങളിലേക്ക് പാർട്ടി പ്രവർത്തനം എത്തിക്കാനും സംഘടനയെ കരുത്തുറ്റതാക്കാനുമുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഈ സമ്മേളനത്തിലുണ്ടാവുക. സ്വാഭാവികമായിട്ടും അത് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കും. അതായത് ഭരണ തുടർച്ച ഉറപ്പിക്കും. തീർച്ചയായിട്ടും. അതിന്നിപ്പോൾ എല്ലാവരും ആ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തുടർ ഭരണം എന്ന് ഒരു 3-4 മീഡിയാസിനൊക്കെ ഉണ്ട്. എല്ലാവരും ഇത് തന്നെ പറയുന്നത്. അതാണ് ഇന്നത്തെ ട്രെൻഡ്.